+1 വിദ്യാർത്ഥിയെ റാഗിങ്ങിന് ഇരയാക്കിയെന്ന് പരാതി. കൊളവല്ലൂർ PR മെമ്മോറിയൽ HSSൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. +1 വിദ്യാർത്ഥി മുഹമ്മദ് നിഹാലിനാണ് പരിക്കേറ്റത്. സീനിയർ വിദ്യാർത്ഥികളെ അനുസരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇവർ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ നിഹാലിന്റെ കൈയുടെ എല്ലിന് പൊട്ടലുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കോളേജ് ഹോസ്റ്റലിൽ പരാതിക്കാരനായ വിദ്യാർത്ഥിയെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തുന്നതും മുറിവിൽ ലോഷൻ ഒഴിക്കുന്നതും സ്വകാര്യ ഭാഗത്ത് പരിക്കേൽപ്പിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കൈയും കാലും കെട്ടിയിട്ടായിരുന്നു മർദ്ദനം. സംഭവത്തിൽ 5 വിദ്യാർത്ഥികളുടെ അറസ്റ്റ് പോലീസ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. 1-ാം വർഷ വിദ്യാർത്ഥികളെ 3-ാം വർഷ വിദ്യാർത്ഥികൾ 3 മാസത്തോളം റാഗ് ചെയ്തു എന്നാണ് പരാതി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസിൽ സംസാരിക്കുന്നതിനിടെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ നിയമസഭയിൽ വാക്പോര്. പ്രസംഗത്തിനിടെ സ്പീക്കർ ഇടപെട്ടതോടെയാണ് VD സതീശൻ ക്ഷുഭിതനായത്. സഭയിൽ സംസാരിക്കാനുള്ളത് തന്റെ അവകാശമാണെന്നും ആരുടെയും ഔദാര്യമല്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്നാൽ പട്ടികജാതി പട്ടികവർഗ ഫണ്ട് സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പത്തനംതിട്ടയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയും പെൺകുട്ടിയുടെ മാതാവും അറസ്റ്റിൽ. 13-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ റാന്നി സ്വദേശി ജയ്മോൻ, പെൺകുട്ടിയുടെ മാതാവ് എന്നിവരെയാണ് പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. 2024 സെപ്റ്റംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. പത്തനംതിട്ടയിൽ ലോഡ്ജിൽ വെച്ച് 13-കാരിയെ അമ്മയുടെ ഒത്താശയോടെ പ്രതി ജയ്മോൻ പീഡിപ്പിക്കുകയായിരുന്നു. ആലപ്പുഴ ചേർത്തലയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച സജിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. ഇതോടെ ഭർത്താവ് സോണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. എന്നാൽ കൊലക്കുറ്റം ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച ശേഷം മാത്രമേ ചുമത്തുകയുള്ളൂ. സിനിമാ സമരം വിഷയത്തിൽ നിർമ്മാതാവ് സുരേഷ് കുമാറിനെതിരെ വൻ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തി ആന്റണി പെരുമ്പാവൂർ. കൂടാതെ എമ്പുരാന്റെ ബഡ്ജറ്റിനെ കുറിച്ചും സുരേഷ് കുമാർ വിമർശന സ്വരത്തോടെ സംസാരിച്ചിരുന്നു. ഇതിനെല്ലാം മറുപടിയായാണ് ആന്റണിയുടെ സുദീർഘമായ കുറിപ്പ്. അതേസമയം ആന്റണി പെരുമ്പാവൂരിനെതിരെ വിമർശനവുമായി നിർമ്മാതാവ് സുരേഷ് കുമാർ രംഗത്തെത്തി. സമരം തീരുമാനിച്ചത് ഒറ്റയ്ക്കല്ലെന്നും സംഘടനകൾ കൂട്ടമായി തീരുമാനിച്ചതാണെന്നും സുരേഷ് കുമാർ പറഞ്ഞു. ആന്റണി യോഗങ്ങളിൽ വരാറില്ല. ഇതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് പരിശോധിക്കാമെന്നും സുരേഷ് കുമാർ പറഞ്ഞു. 2 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പേകി അമേരിക്ക. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേറ്റ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ അമേരിക്കൻ സന്ദർശനമാണിത്. സന്ദർശനത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തും. അനധികൃത കുടിയേറ്റക്കാരെ വിലങ്ങുവെച്ച് തിരിച്ചയച്ചത് ഇന്ത്യയിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇക്കാര്യവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5 മണിക്കാകും മോദി ട്രംപ് കൂടിക്കാഴ്ച. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിയുതിർത്തു. പ്രകോപനമില്ലാതെ നടത്തിയ ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടി നൽകി ഇന്ത്യൻ സൈന്യം. LOCയിലെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെയാണ് ഇന്നലെ പാകിസ്ഥാൻ സൈന്യം കരാർ ലംഘിച്ച് പ്രകോപനമില്ലാതെ വെടിയുതിർത്തത്. കഴിഞ്ഞ 7 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന്റെ മടക്കയാത്ര ഒടുവിൽ തീരുമാനമായി. ISSൽ കുടുങ്ങിയ സുനിത വില്യംസിന്റെയും സഹയാത്രികൻ ബുച്ച് വിൽമോറിന്റെയും മടക്കയാത്രയുടെ തീയതി നാസ പുറത്തുവിട്ടു. ഇവരെ മാർച്ച് പകുതിയോടെ ഭൂമിയിൽ തിരികെ എത്തിക്കുമെന്നാണ് നാസ അറിയിച്ചിരിക്കുന്നത്. ത്രിരാഷ്ട്ര പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക താരം മാത്യൂസ് ബ്രിസ്കിയുമായി ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടിയ പാകിസ്ഥാൻ പേസർ ഷഹീൻ അഫ്രീദിക്ക് കനത്ത പിഴശിക്ഷ. ദക്ഷിണാഫ്രിക്കയുടെ ബാറ്റിംഗിനിടെയാണ് സംഭവം. ICC മാച്ച് ഫീയുടെ 25% പിഴ അഫ്രീദിക്ക് ചുമത്തി. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടെയാണ് സംഭവങ്ങളുടെ തുടക്കം.